ഗായകരൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ SBB ഒക്കെ ഇടപെടുന്നതിനെ കുറിച്ചൊക്കെ എല്ലാവരും സംസാരിക്കാറുണ്ട്. അത് ഭയങ്കര പാടുള്ളൊരു പരിപാടിയാണ്. അത്രയും ഹൈറ്റിൽ നിൽക്കുമ്പോഴും എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് അത് ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഫീൽ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ്. അതിൽ SPB ഏറ്റവും ടോപ്പിലാണ്. ബിഹേവിയർ എന്ന് പറയുന്ന സാധനം അത് അനുഭവിക്കുമ്പോൾ കിട്ടുന്നൊരു ഇതില്ലേ, മനസ്സുകൊണ്ട് നമ്മൾ ഒരു അംഗീകരിക്കുന്ന ഒരു അവസ്ഥ. തീർച്ചയായിട്ടും അത് മ്യൂസീഷ്യൻസിനും അങ്ങനെയാണ്. ആ ഒരു സ്നേഹം ഉണ്ടാവല്ലോ. അവർ സാറിന് കോവിഡ് വരുന്നത് തന്നെയും മ്യൂസീഷ്യൻസിന് വേണ്ടി അദ്ദേഹം പാടാൻ പോയതാണ് ആ സമയത്ത്. അവർക്ക് അത്രയും കഷ്ടപ്പെട്ട് ജോലിയില്ലാതെ ബുദ്ധിമുട്ടിയിരിക്കുന്നത് അവർക്ക് കൂടെ അത്രയോ പൈസ സാറ് ധനസഹായം നമ്മുടെ കേരളത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് ആ സമയത്ത്, കോവിഡിൻ്റെ സമയത്ത്. ഈ പാടാൻ പോയതും അതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത്രയും എന്താ പറയുക, മ്യൂസീഷ്യൻസിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുക എന്ന് പറയുന്ന പരിപാടി അത് അവർക്ക് തന്നെ അറിയാം, മ്യൂസീഷ്യൻസിന് അറിയാം. ഇപ്പോൾ ഒരു ഷോയ്ക്ക് പോയപ്പോൾ സാറ് എനിക്കത് അനുഭവമുള്ളതാണ്, ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു ഹോട്ടലിൽ സാറ് വന്ന് പ്രാക്ടീസിന് വന്ന് നേരെ വന്നതാണെന്ന് തോന്നുന്നു, എയർപോർട്ടിൽ നിന്ന് നേരെ വന്നു പ്രാക്ടീസിന്, അങ്ങനെ എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ സാറ് ചോദിച്ചു എവിടെയാണ് എൻ്റെ അക്കോമഡേഷൻ ചോദിച്ചപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് ഇവരൊക്കെ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അവർ വേറെ സ്ഥലത്താണെന്നോ. അത് പറ്റില്ല, അവരെല്ലാവരും ഒരുമിച്ച്, അവരെവിടെയാണോ ഞാൻ അവിടെ തന്നെ ഉണ്ടാവും. സാറ് പോയില്ല. സാറ് അവർ മ്യൂസീഷ്യൻസ് എവിടെയാണോ അല്ലെങ്കിൽ അവർ എൻ്റെ കൂടെ വരണം, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ പോകുന്നുണ്ടായിരുന്നു. അത് എന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് ചിത്രേച്ചി അതേ സ്കൂളിൽ നിന്ന് വരുന്ന ആളാണ്. അപ്പം അത് ആ ഒരു ചേച്ചി എത്രയോ വേദികൾ ഒരുമിച്ച് പാടിയിട്ടുണ്ട്, എത്രയോ ആയിരക്കണക്കിന് പാട്ടുകൾ അവർ ഒരുമിച്ച് പാടിയിട്ടുണ്ട് ഫിലിമിൽ തന്നെ. അത് ആ ഒരു പാഠങ്ങൾ ചേച്ചിയുടെ, അതേപോലെ തന്നെ ഡിക്ഷൻസ് ഒക്കെ ശരിയാക്കുന്നതും. ഇപ്പം തെലുങ്ക് കന്നഡ പാട്ടുകളാണെങ്കിൽ ചേച്ചി കൃത്യമായിട്ട് അത് പറഞ്ഞു തരും. പറഞ്ഞു തരുമെന്ന് വെച്ചാൽ നമുക്ക് എത്ര പറഞ്ഞാലും ആ ഭാഷ നമുക്കറിയാത്തത് കൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ ഇപ്പോൾ സ്ട്രെസ്സ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കാൻ പറ്റാതെ വരും, നമ്മളറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് തവണ പാടിയാലേ, ലൈവിലും പാടിയാലേ അത് നമുക്ക് കിട്ടുള്ളൂ. എന്നാൽ പോലും ചിലപ്പോഴൊക്കെ തെറ്റും. അപ്പോൾ ലൈവ് പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഇപ്പോൾ പല്ലവി പാടിയിട്ടുണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ചെറിയ പ്രശ്നമുണ്ട് എന്ന് ചേച്ചിക്ക് തോന്നുകയാണെങ്കിൽ പല്ലവി പാടി കഴിയുമ്പോൾ എൻ്റെ ചെവിയിലോ എന്ന് പറയാം, ആ അക്ഷരം ശ്രദ്ധിക്കണം. അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെയും കൾച്ചറാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അതെ, അത് അവർക്ക് കൊടുക്കണം, അത് അവർക്ക് കൃത്യമായിട്ട് കൊടുക്കണം. ഇപ്പം മലയാളം തെറ്റിച്ച് പാടിയാൽ നീ അംഗീകരിക്കുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അപ്പോൾ ഒരു പക്ഷേ അപ്പോൾ ഞാൻ ചേച്ചിയോട് പറയും, ചേച്ചി നമ്മൾ നമ്മൾ മലയാളീസ് ആണെന്ന് അവർക്ക് അറിയാലോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പാടും അത് കൃത്യമായിട്ട് ചേച്ചി. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ തുമ്പപ്പൂ. തീർച്ചയായിട്ടും അത് ഇവിടുന്ന് പ്രണയം ഇങ്ങിപ്പോ ഒഴുകി ആ പാട്ട് കേൾക്കുമ്പോൾ പുറത്തുനിന്ന് വരും കേട്ടോ, പുറത്തുനിന്ന് പ്രണയം വരും, അതിനെയും കൂടെ ഒന്ന് അക്കോമഡേറ്റ് ചെയ്യണേ. അതൊരു വിരഹമാണ്. പക്ഷെ വിരഹമല്ല, തുമ്പപ്പൂ സവിജയുടെ പാട്ടല്ല. അല്ലല്ലേ? ഓ, അതെടുക്കില്ലല്ലേ? അല്ല, അതല്ല. പക്ഷെ സവിജയ്ക്ക് പാട്ട് ഇഷ്ടമാണ്, പക്ഷെ അതിലെ സവിജ എപ്പോഴും പാട്ട് കേൾക്കുന്നത് വരികളിലൂടെയാണ്. അപ്പൊ പലപ്പോഴും സവിജയുടെ പല സെലക്ഷൻ എനിക്ക് ഇഷ്ടമല്ല. നമ്മള് മ്യൂസിക്കിലാണല്ലോ കേൾക്കുക. അപ്പൊ സവിജ പറയും ഈ പാട്ട് കവർ ചെയ്യും, ഞാൻ പറയും നാട്ടുകാർ കേൾക്കാത്ത പാട്ടെടുത്ത് കവർ ചെയ്യും. എന്നിട്ട് കഷ്ടത്തിന് ചെയ്തു കൊടുക്കുമ്പോ ഒരു 100 പേരൊക്കെ കണ്ടാലായി, അങ്ങനെ ഒരു അവസ്ഥ. ഞാൻ അതിന്റെ താഴെ കമന്റ്സ് വരും കേട്ടോ, വൈഫിന്റെ സെലക്ഷൻ നല്ല സെലക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സ് വരും. അത് കേട്ട് കുളിരും. അല്ല, ഈ പാട്ട് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞത് ശ്രദ്ധിച്ചില്ല എന്ന് തോന്നുന്നു. ഈ പാട്ട് കേട്ടിട്ട് ഒരുപാട് പ്രണയം ഇപ്പോഴും ഒഴുകി വരുന്നുണ്ട്. അപ്പൊ അത് കമന്റ്സ് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. അപ്പൊ അതെങ്ങനെ നേരിടും? എനിക്കൊരു പ്രശ്നമേ അല്ല, ഇതിലൊരു നാടകീയത ഇല്ല. ഒരിക്കലും ഇല്ല, എനിക്കൊരു പ്രശ്നം, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അതായത് എങ്ങനെ അങ്ങനെ ആവാൻ പറ്റുക? ഇത്തിരി പോലും അസൂയല്ല, എനിക്ക് തോന്നുന്നു ഇത്തിരി പോലും അസൂയല്ല എന്നോട് കുറുമ്പ്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓരോന്നൊക്കെ ക്രിയേറ്റ് ചെയ്ത് പറയാം, എന്നെ ചെയ്തു, ഇങ്ങനെ വിളിച്ചു, കുഴപ്പമില്ല. ഇല്ല, കാരണം അത് അത്രേ ഉള്ളൂ, അവിടം വരെ ഉള്ളൂ, അത് ബാക്കി ഞാൻ തന്നെയാണല്ലോ. അതാണ് ഷോ, അങ്ങനെ ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് നിഷാദിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. എല്ലാം വന്ന് പറയുന്നതായിട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്നതായിട്ടും പറയുമ്പോഴും യഥാർത്ഥത്തിലുള്ള സംഭവം മറച്ചു പിടിക്കും. മനസ്സിലായോ? ടെക്നിക്കലി കളിച്ചോണ്ട് ഇനി ശ്രദ്ധിച്ചോളാം കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടാക്കുമ്പോ എന്തോ ഒരു സുഖം കിട്ടുന്നില്ല. നല്ല രസമുണ്ട്, കൊള്ളാം. രജനീഷ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കൂല എന്നുള്ള പേരാണുള്ളത്. പക്ഷേ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല ഇന്റർവ്യൂലൊന്നും. മനസ്സിലായി. എനിക്ക് നിഷാദിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഇച്ചിരി ഒരു കുത്തിത്തിരിപ്പ്, ഒരു അസൂയ. തുമ്പപ്പൂ 2014 റെക്കോർഡ് ചെയ്യപ്പെട്ട പാട്ടാണ്.
സുജേഷ് ഹരിയാണ് ആ പാട്ട് പ്രൊഡ്യൂസ് ചെയ്തതും. അല്ല അതിന്റെ ഒറിജിനൽ സിതാരയുടെ അല്ല, ഒറിജിനലാണ് ഞാൻ പറയുന്നത്. ഒറിജിനലാണ് തുമ്പപ്പൂ. ഒറിജിനലാണ് ഇത് ഒറിജിനലാണ് തുമ്പപ്പൂ. അത് 2014 റെക്കോർഡ് ചെയ്തത്. അത് സുജേഷ് ഹരി എന്ന എഴുത്തുകാരൻ പുള്ളി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ആൽബം. അതിൽ 10 പാട്ടെങ്ങാനുണ്ടായിരുന്നു. അതിൽ 2 പാട്ട് ഞാൻ, ശ്രീനിച്ചേട്ടൻ, അങ്ങനെ കുറേ പേര് പാടി, വേണുചേട്ടൻ, അങ്ങനെ കുറേ പേര് പാടി. നമ്മുടെ വിശ്വജിത്താണ് മ്യൂസിക്. അതിൽ 2 പാട്ട് പാടിയാൽ ഒരു പാട്ടാണ് ഈ തുമ്പപ്പൂ. ഈ തുമ്പപ്പൂ ഒരുപാട് ആളുകൾ എന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് പല അതിൻ്റെ ഒരു സ്റ്റോറി ആക്കിയിട്ടൊക്കെ അന്ന് യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ യൂട്യൂബ് ഒന്നും അന്ന് കണ്ടോണ്ടിരിക്കുന്ന അവസ്ഥ ഒന്നും അറിഞ്ഞില്ല. അതൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ അയച്ചു, വാട്സപ്പ് വന്ന സമയത്താണ് അതിങ്ങനെ അയച്ചത്. ഇത് നീ പാടിയതാണോ? അതെ, ഞാൻ പാടിയതാണ്. ഇതിങ്ങനെ ഇവിടെ കിടക്കുന്ന യൂട്യൂബിലുണ്ടെന്ന് പോയി കണ്ടു നോക്കുന്ന പറയാം. അപ്പം ഇങ്ങനെ അപ്പോൾ അന്ന് 2014 റെക്കോർഡ് ചെയ്തതായതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ക്ലാരിറ്റി ഒക്കെ കുറഞ്ഞ് ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ പറഞ്ഞു, നീ അതൊന്ന് രണ്ടാമത് ചെയ്യും. ഏട്ടൻ്റെ ഒരു കസിനാണ്. ഒരു ദിവസം ഞങ്ങൾ രാവിലെ, ഞാൻ എണീറ്റു, ഏട്ടൻ എണീറ്റിട്ടില്ല. അപ്പോൾ അവളെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി ഞാനൊരു പാട്ട് കേൾപ്പിക്കാം, ഇത് ഏട്ടൻ പാടിയതാണോ? അപ്പോൾ പാട്ട് കേട്ടപ്പം അതൊരു ഫോക്കിഷ് ടച്ചിലുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു, ഏട്ടൻ്റെ ചില സാധനങ്ങൾ അതിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതായിരിക്കും, ഞാൻ ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞു. നീ ഞാൻ ലിങ്ക് അയച്ചാന്ന് പറഞ്ഞു. അപ്പം അവൾ ലിങ്ക് അയച്ചു തന്നു. ഏട്ടൻ എണീറ്റപ്പോൾ ഞാൻ കേൾപ്പിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതാണ് വിശ്വജിത്ത് പറഞ്ഞേ, പുതിയ സിനിമയിൽ സിത്താര പാടിയെന്ന് പറഞ്ഞില്ലേ, ആ പാട്ടാണ് ഇതെന്ന്. അതിൻ്റെ ഒറിജിനലാ. ഞാൻ പറഞ്ഞു, അതാണല്ലേ ഇത്. അപ്പൊ അവൾ എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതിപ്പോ ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ പാട്ട്, ചേട്ടൻ വേഗം തന്നെ കവർ ചെയ്തോ. അങ്ങനെ ചെയ്തതാണ് അത്. കുറേ വ്യൂ ആയി. അപ്പോഴാണ് അറിയുന്നത്, ഇന്നയാളാണ് പാടിയതല്ലേ. അപ്പൊ അതിന്റെ താഴെ ആൾക്കാർ വന്ന് പറയും, തനിക്കൊക്കെ ഒറിജിനൽ എടുത്ത് പാടിക്കൂടെ? സാർ, ഞാൻ തന്നെയാണ് ഒറിജിനൽ പാടി. ഞാനാണ് സാർ, എന്റെ പാട്ട് ചോദിച്ച പോലെ. അതെ. അപ്പൊ അങ്ങനെ വന്ന് ഇത് രണ്ടാമത് ഈ പാട്ട് ഇദ്ദേഹത്തിന് വളരെ ഇഷ്ടമായി. ബിജു മേനോൻ ചേട്ടന് ഇഷ്ടമായിട്ടാണ്, അങ്ങനെയാണ് പറഞ്ഞത് വിശ്വജിത്ത്. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമെന്നുള്ള സിനിമയിൽ ഈ പാട്ട് എടുക്കാമോ എന്ന് ചോദിച്ചു. അങ്ങനെ അവർ ആ പാട്ട് വാങ്ങിയിട്ട് അത് പക്ഷേ സിനിമയിൽ വന്നപ്പോൾ അതൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഫീമെയിൽ ഓറിയന്റഡ് സിറ്റുവേഷനായി മാറി. അങ്ങനെയാണ് സിത്താര അത് രണ്ടാമത് പാടുന്നത്. അപ്പൊ അതിന്റെ വരികളും മാറ്റി കേട്ടോ. പുലരിപ്പൂ, തുമ്പപ്പൂ മാറി പുലരിപ്പൂവായി ഒരുപാട് വ്യത്യാസങ്ങൾ. അത് ഫീമെയിൽ ഒരു ഡയമെൻഷനിലാണ് അത് എഴുതിയിരിക്കുന്നത്. സുജേഷിന് സ്റ്റേറ്റ് അവാർഡ്, സുജേഷിന് എഴുത്തിൽ കിട്ടി. അപ്പൊ അങ്ങനെയാണ് തുമ്പപ്പൂവിന്റെ കഥ. അന്തിക്ക് തിരികൾ തെളിച്ചും സീമന്തത്തിൽ എന്നെ വരച്ചും നീ എൻ്റെ ശ്വാസക്കാറ്റിൽ കുളിരില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം, മിഴിയിലയിൽ നോവിൻ മഞ്ഞ് പൊഴിക്കില്ലെന്നറിയാം, തുമ്പപ്പൂ പോലെ ചിരിച്ചും പുഞ്ചപ്പാടക്കാറ്റു വിതച്ചും നീ എൻ്റെ കൂടെ ചേർന്നു നടക്കില്ലെന്നറിയാം, നീ എൻ്റെ ഊഞ്ഞാൽ ചോട്ടിൽ കാണില്ലെന്നറിയാം. ഈ പാട്ട് നിങ്ങൾ കുറേ പ്രാവശ്യം പാടിയാൽ കേട്ടിരിക്കുന്നവരൊക്കെ കരയും. ഈ പാട്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം കമൻസ് വായിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും എന്താണ് ഈ വരികളിലുള്ളത്. സുജേഷിനോട് ഞാൻ ചോദിച്ചു. സുജേഷ് പറഞ്ഞു അതൊക്കെ ഒരു സാധനമാണ്, പക്ഷെ അതിൽ എവിടേക്കോ എന്തൊക്കെയോ സാധനങ്ങൾ കൊളുത്താണ് ആളുകളെ. അത് എന്താണെന്ന് അറിയില്ല. അല്ല, ഇത് ഇങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ കിടന്നാലും ഈ പാട്ട് വീണ്ടും പാടുമ്പോഴത്തേക്കും സെയിം ഫീൽ ആയിരിക്കും. അങ്ങനെയാണ് അതിന്റെ ആ ലിറിക്ക് കിടക്കുന്നത്. അപ്പൊ അത് കേൾക്കുന്നോറും നമുക്കിങ്ങനെ വിഷമം ഇല്ലെങ്കിലും അയ്യോ എനിക്ക് എന്തോ ഒരു പ്രണയം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ഫീലാണ്. അതെ, ഇല്ലാത്തൊരു പ്രണയം നമ്മൾ സങ്കല്പിച്ചിട്ട് അയ്യോ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാന്നുള്ളത്. സത്യം, അത് രസമുള്ള പരിപാടിയാണല്ലോ. പക്ഷെ ചിന്തിക്കേണ്ടതാണല്ലോ എന്തുകൊണ്ടാണെന്നുള്ളത്. എന്തൊക്കെയുണ്ട്